ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ തീർച്ചയായിട്ടും ആറാമത്തെ ദിവസവും ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിനെ കാണാനുണ്ടായിരുന്നത്. ഏകദേശം 183 പോയിൻറ്റ്സിനടുത്തുള്ള ഒരു ലോസാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 13,634 മുകളിലായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച മാർക്കറ്റ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. സെൻസെക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഏകദേശം 588 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ലോസ് റിപ്പോർട്ട് ചെയ്തു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 207 പോയിൻറ്റ്സിന് മുകളിലുള്ള ഒരു ഗെയിനാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ സെക്ടർ വൈസ് മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ് സെക്ടർ ആയിരുന്നു വെള്ളിയാഴ്ച ഒരു പോസിറ്റീവിൽ നിന്നത്. അതുപോലെ തന്നെ ഓട്ടോയും IT ആയിരുന്നു ഏറ്റവും കൂടുതൽ ലോസിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 6 ദിവസങ്ങളിലായിട്ടുണ്ടായ കറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7% കറക്ഷനാണ് ഇപ്പോൾ ഹൈയിൽ നിന്നും ഇപ്പോഴുള്ള ഒരു ക്ലോസിംഗ് പ്രൈസ് വരെ നോക്കിക്കഴിഞ്ഞാൽ 7% ഒരു കറക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ളത് നമുക്ക് ഒരു നല്ലൊരു കറക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെ മാർക്കറ്റിനെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബിയറിഷ് ക്യാൻഡിലാണ് വീണ്ടും പ്ലോട്ടായിട്ടുള്ളത്. എന്നിരുന്നാലും നമ്മൾക്ക് അടുത്തൊരു സപ്പോർട്ട് സോണുകളായിട്ട് 13,550 റേഞ്ചുകളിനടുത്താണ് ഇപ്പോൾ അടുത്ത സപ്പോർട്ട് സോണുകൾ നിഫ്റ്റിക്ക് നിലനിൽക്കുന്നത്. അതിൽ നിന്നും ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ 13,200 റേഞ്ചുകളായിരിക്കും നിഫ്റ്റിക്ക് സപ്പോർട്ട് സോണുകളായിട്ട് ആക്ട് ചെയ്യാനായിട്ട് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതെല്ലാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ബജറ്റ് പ്രഖ്യാപനങ്ങളായിരിക്കും. എല്ലാവരും തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നതും അതുതന്നെയായിരിക്കും ഇനിയിപ്പോൾ നാളത്തെ മാർക്കറ്റിൽ നല്ലൊരു വോളറ്റിലിറ്റി കൊടുക്കാനായിട്ട് നിലനിൽക്കുന്നതും. അപ്പോൾ ബജറ്റുകളെ സംബന്ധിച്ചിടത്തോളം മിക്ക അനലിസ്റ്റുകളും പല രീതിയിലുള്ള അനാലിസിസുകൾ കൊണ്ടുവരുന്നു. അതിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൊറോണയുടെ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ കൊറോണ വാക്സിൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൊറോണ സെസ് ഏർപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് എന്നൊരു അനലിസ്റ്റുകളുടെയൊക്കെ ഒരു നിഗമനങ്ങൾ കാണുന്നു. അതുമാത്രമല്ല, ഇതിനു മുമ്പ് കണ്ടതാണ് ഇൻഫ്രാസ്ട്രക്ചർ ബിസിനസ്സുകൾക്ക് അങ്ങോട്ടേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാവും, ബജറ്റിൽ സപ്പോർട്ടുകൾ ഉണ്ടാവും എന്ന രീതിയിലും കാണുന്നു. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നാളെ തീർച്ചയായിട്ടും ബജറ്റുകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു ബജറ്റ് ആണ് എങ്കിൽ നമ്മൾക്ക് ഒരുപക്ഷെ നല്ലൊരു അപ് ട്രെൻഡുകൾ പ്രതീക്ഷിക്കാം. അതല്ല, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റേഴ്സിനെ എക്സൈറ്റ് ചെയ്യിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡിക്ലൈനുള്ളൊരു സാധ്യതകളും പ്രതീക്ഷിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞ ഒരു 2012 മുതലുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആകപ്പാട് 2014, 2015, 2017, 2019 ഈ ഒരു 4 വർഷമാണ് ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് അന്ന് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള ഏകദേശം 7 ദിവസത്തോളം 2, 3, 4, 5, 7 ദിവസത്തോളം ഏകദേശം 7 വർഷത്തെ പ്രഖ്യാപനങ്ങളും മാർക്കറ്റിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റാണ് കൊടുത്തിരുന്നത്. അതിൽ തന്നെ കഴിഞ്ഞ വർഷം നോക്കിക്കഴിഞ്ഞാൽ 2.5% ഒരു ഡിക്ലൈൻ ആയിരുന്നു മാർക്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലും ഒരു ഡിക്ലൈനുള്ള സാധ്യതകളാണ് പ്രോബബിലിറ്റികൾ കാണിക്കുന്നത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും നമുക്ക് നാളത്തെ പ്രഖ്യാപനങ്ങളായിരിക്കും നാളത്തെ മാർക്കറ്റിനെ ഡയറക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിലുള്ളൊരു പ്രഖ്യാപനങ്ങളാണോ അതോ നമുക്ക് എക്സൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രഖ്യാപനങ്ങളാണോ എന്നുള്ളത് തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റിൽ നിങ്ങൾ ഒരു കോഷ്യസ് ആയിട്ടുള്ള എൻട്രികൾ അല്ലെങ്കിൽ കോഷ്യസ് ആയിട്ടിരിക്കുന്നത് സേഫായിട്ടുണ്ടാവും. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കഴിഞ്ഞ ഒരു ആഴ്ചത്തെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ ഒരു റെഡിലാണ് എൻഡ് ആയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ IT-യും ഓട്ടോയും ആണ് ഏറ്റവും കൂടുതൽ ഡിക്ലൈനിലും പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ട്രെൻഡുകളും ഒരു നെഗറ്റീവ് സൈഡാണ് സൂചിപ്പിക്കുന്നത്, നെഗറ്റീവ് ബയസ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഗെയിൻ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഒരു ഇൻഡിസിസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഫോർമേഷൻ ആണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ഏകദേശം 31,330 അല്ലെങ്കിൽ 40 മുകളിലുള്ള ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ ഒരു അപ് ട്രെൻഡിലുള്ള സാധ്യതകൾ ബാങ്ക് നിഫ്റ്റിയിലും പ്രതീക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിൻ്റെ ആണെങ്കിലും വീക്ക്ലി ചാർട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ബിയറിഷ് ക്യാൻഡിൽ തന്നെയാണ് വീക്ക്ലി ചാർട്ടിലും പ്ലോട്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ദിവസങ്ങളിലൊന്നും മാർക്കറ്റിലൊന്നും നമുക്കൊന്ന് കോഷ്യസ് ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ചും നമുക്ക് ബജറ്റുകളും അതിൻ്റെ ഒരു ഇമ്പാക്റ്റുകൾ വരാനിരിക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ട്രെൻഡുകൾ നമ്മൾക്ക് ഫേവറബിൾ അല്ലാത്തത് കൊണ്ടും. ഇനി അതുപോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷനിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റിലും യൂറോപ്യൻ മാർക്കറ്റുകളിലും ഒരു നെഗറ്റീവ് എൻഡിങ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകളും എല്ലാം തന്നെ ഒരു നെഗറ്റീവിലാണ് ട്രേഡ് എൻഡ് ആയിട്ടുള്ളത്. ഇനി രാവിലെ തീർച്ചയായിട്ടും SGX നിഫ്റ്റി ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ
രൂപയുടെ മൂല്യവും ഡോളറിൻ്റെ അഗെയിൻസ്റ്റായിട്ട് ഒരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിൻ കാണാനായിട്ടുണ്ടായിരുന്നു. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് 4ാമത്തെ ദിവസവും ഒരു നെറ്റ് വിത്ഡ്രോവലാണ് വന്നിരിക്കുന്നതും ആ ഒരു വിത്ഡ്രോവലിൻ്റെ ഒരു റേറ്റ് കൂടുന്നതായിട്ട് കാണുന്നു. 5930 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഒരു ആക്ടിവിറ്റിയും മാർക്കറ്റിലുള്ള ഇവരുടെ ഒരു ആക്ടിവിറ്റിയും തീർച്ചയായിട്ടും നിങ്ങളൊന്ന് വരും ദിവസങ്ങളിൽ ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ബജറ്റ് പ്രഖ്യാപനത്തോട് ഇവരും എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യേണ്ട ഒന്നാണ്. അതുപോലെ തന്നെ ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ ഒരു 2443 കോടിയുടെ ഒരു നെറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് മാർക്കറ്റിൽ വന്നിട്ടുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻസ് അത്ര ഫേവറബിൾ ആയിട്ടല്ല കാണുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 13,500-550 റേഞ്ചുകളിൽ സപ്പോർട്ടുകൾ ഇപ്പോൾ കാണുന്നു. അതിൽ നിന്ന് താഴേക്ക് പോയി കഴിഞ്ഞാൽ 300 പോയിൻറ്റ്സിൻ്റെ ഒരു ഡിക്ലൈനിലാണ് അടുത്ത സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലൊന്ന് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ളൊരു മോഡായിരിക്കും സേഫായിട്ടുണ്ടാവുക. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ ഒരു സൈക്കോളജി അനുസരിച്ച് അപ്പോൾ നിങ്ങളുടെ ഒരു അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം അതിനെ തുടർന്നുള്ളൊരു എൻട്രികൾ കൊടുക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ പറഞ്ഞ സ്റ്റോക്കുകൾ കുറച്ചിലേക്ക് വരികയാണെങ്കിൽ ബാറ്റ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നിരുന്നുവെങ്കിലും പിന്നീട് നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് പ്ലോട്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാറ്റയെ സംബന്ധിച്ചിടത്തോളം 1463 റേഞ്ചുകളിലാണ് സപ്പോർട്ടുകൾ നിലനിൽക്കുന്നത്. ഇനി ക്യുമിൻസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്കിൽ കഴിഞ്ഞ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ പ്ലോട്ടായി. അപ്പം ബ്രേക്കൗട്ടുകൾ നടന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾക്ക് ഈ ഒരു ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ പോയതിനു ശേഷം വീണ്ടും നല്ലൊരു കറക്ഷന് ശേഷമാണ് എൻ്റെ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എൻട്രികളൊക്കെ നമുക്ക് അടുത്തൊരു ബ്രേക്കൗട്ടുകൾ നടന്നു കഴിഞ്ഞാൽ മാത്രം എടുക്കുക. നിങ്ങൾ ഹോൾഡിങ്ങിലാണെങ്കിൽ തുടരാവുന്നത് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ ITCയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും നല്ലൊരു ബിയറിഷ് ക്യാൻഡിലാണ് ഈ ഒരു സ്റ്റോക്കിൽ പ്ലോട്ടായിട്ടുള്ളത്. ITCയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു റേഞ്ച് ബൗണ്ടഡ് റാലി പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് ITCയെ സംബന്ധിച്ചിടത്തോളം 199-200 റേഞ്ചുകളിലാണ് സപ്പോർട്ട് സോണുകൾ നിലനിൽക്കുന്നത്. അപ്പോൾ അതുവരെയുള്ളൊരു ഡൗൺ ട്രെൻഡ് തുടരാനുള്ള സാധ്യതകൾ നമുക്ക് ITCയിൽ പ്രതീക്ഷിക്കാം. ഇനി ശ്രീറാം ട്രാൻസ്പോർട്ട്സിലും സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലുകൾ കഴിഞ്ഞ ദിവസം പ്ലോട്ടായിട്ടുണ്ടായിരുന്നു. അവരുടെ നല്ലൊരു റിസൾട്ടുകളാണ് രണ്ട് കമ്പനികളും റിപ്പോർട്ട് ചെയ്തത്. ശ്രീറാം ട്രാൻസ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അസറ്റ് ക്വാളിറ്റിയിലൊക്കെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവന്നതായിട്ട് കാണിച്ചിരിക്കുന്നു. സൺഫാർമയിലും നല്ല ഗ്രോത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 2 മടങ്ങിനടുത്തുള്ളൊരു ഗ്രോത്താണ്, അല്ലെങ്കിൽ ഒരു നെറ്റ് പ്രോഫിറ്റിലൊക്കെ 2 മടങ്ങിൻ്റെ വർധനവാണ് ഡബിളായതായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു മൂവുകളാണ് ഇവർക്ക് നല്ലൊരു നേട്ടം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഒരു വോളറ്റിലിറ്റി നമുക്ക് വീണ്ടും നാളെ കിട്ടുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് പോസിബിലിറ്റി ഈ ഒരു 2 സ്റ്റോക്കുകളിലും നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല ബജറ്റിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഡാറ്റകളും തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യണം. കാരണം ഏതൊക്കെ സെക്ടറിനാണ് അത് പോസിറ്റീവായിട്ട് മാറുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ട്രാക്ക് ചെയ്യണം. കാരണം ഇപ്പോൾ ഫിനാൻഷ്യലിന് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിനാണ് കൂടുതൽ ഫേവറബിളായിട്ട് ബജറ്റ് പ്രഖ്യാപനങ്ങൾ വരുന്നതെങ്കിൽ ആ സെക്ടറുകളിലേക്കായിരിക്കും കൂടുതലും ഫോക്കസുകൾ പോവുക. അപ് ട്രെൻഡിനുള്ള സാധ്യതകളും നിലനിൽക്കുന്നത്. അതല്ല എക്സൈറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ താഴേക്ക് വരാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ അടുത്തായിട്ട് റിസൾട്ട് വന്ന സ്റ്റോക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ICICI ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 19% വർധനമാണ് റിപ്പോർട്ട് ചെയ്തത്. 4940 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കിക്കഴിഞ്ഞാൽ 16% വർധനവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നെറ്റ് NPA സംബന്ധിച്ചിടത്തോളം അതിലും ഒരു കുറവ് കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു എന്നാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 0.63% ആണ് നെറ്റ് NPA ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 1% നെറ്റ് NPA ആയിരുന്നു ഉണ്ടായിരുന്നത്. പ്രൊവിഷൻസിലൊരു വർധനവ് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. 2742 കോടിയുടെ പ്രൊവിഷൻസാണ് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അവർക്ക് 2083 കോടിയുടെ ഒരു പ്രൊവിഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും ടോട്ടൽ ഡെപ്പോസിറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ 22% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ടേം ഡെപ്പോസിറ്റുകളിലൊക്കെ വർധനവ് വന്നു എന്നും കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തായിട്ട് ശ്രീ സിമൻസിനെ സംബന്ധിച്ചിടത്തോളം നെറ്റ് പ്രോഫിറ്റിൽ 102% വർധനവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 626 കോടി നെറ്റ് പ്രോഫിറ്റായിട്ട് കാണിച്ചിരിക്കുന്നു. റവന്യൂവിലും 16% മുകളിലുള്ളൊരു വർധനവാണ് കാണിച്ചിരിക്കുന്നത്. 3309 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവരും. ഇനി അതുപോലെ സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം 1852 കോടിക്ക് മുകളിലാണ് നെറ്റ് പ്രോഫിറ്റ് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. 913.5 കോടിയായിരുന്നു അവർക്ക് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായിരുന്നത്. ഇനി IRFCൻ്റെ IPO വെള്ളിയാഴ്ച മാർക്കറ്റിൽ ലിസ്റ്റായിട്ടുണ്ടായിരുന്നു. ഇഷ്യൂ പ്രൈസ് 26 രൂപയായിരുന്നുവെങ്കിലും അതിൽ നിന്നും ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് ലിസ്റ്റായിട്ടുണ്ടായിരുന്നത്. 24.9 മാർക്കറ്റിൽ ഇവർ ലിസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെ അതിൽ 24.8 ലിസ്റ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ട്രേഡിംഗ് എൻഡ് ആകുമ്പോൾ 24.8 ട്രേഡ് എൻഡ് ആയതും.
അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് വീണ്ടും ഈ ഒരു സ്റ്റോക്ക് പോയി എൻഡായി എന്നുള്ളത്. ആൻ്റണി വെസ്റ്റ് ആൻഡ് സെല്ലിൻ്റെ IPO ആയിരുന്നു ഇതിന് മുൻപ് ഇങ്ങനെ ഒരു ഡിക്ലൈനിൽ പോയിട്ടുണ്ടായിരുന്നത്. ഇനി അതുപോലെ സൺഫാർമയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും പറയാനുള്ളത് 5 രൂപ 50 പൈസ പെർ ഷെയറിൽ അവരൊരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 10 ആണ് റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇവർ മാത്രമല്ല ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഇവരും ഏകദേശം 7.5 രൂപ പെർ ഷെയറിൽ ഒരു ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 10 തന്നെയാണ് അവർക്കും റെക്കോർഡിംഗ് ഡേറ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരാഴ്ചയും നമുക്ക് മാർക്കറ്റിൽ കുറേ കമ്പനികളുടെ റിസൾട്ടുകൾ പബ്ലിഷ് ആകാൻ പോകുന്നു. അപ്പം ആ ഒരു Q3കളും നിങ്ങൾ തീർച്ചയായിട്ടും ട്രാക്ക് ചെയ്യുക. അപ്പം അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് നാളെയുള്ള ബജറ്റ് പ്രഖ്യാപനങ്ങളും ആ ഒരു ഡാറ്റകളും തീർച്ചയായിട്ടും നിങ്ങൾ ട്രാക്ക് ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഈസ് ടോണി സൈനിങ് ഓഫ്.